പ്രവാസ ലോകത്തെ വാർത്തകൾ. ടൂറിസം പാക്കേജ് വിസ പദ്ധതിയുടെ പരീക്ഷണഘട്ടം ആരംഭിച്ച സൗദി അറേബ്യ. വിമാന ടിക്കറ്റ്, താമസം, ഇൻഷുറൻസ് എന്നിവ ഒരുമിച്ച് ഉൾപ്പെടുന്ന പാക്കേജിനൊപ്പം ഈ വിസയും ലഭിക്കും. ടൂറിസം മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, ഇൻഷുറൻസ് അതോറിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. യാത്രാ നടപടികൾ ലളിതമാക്കുക, ഡിജിറ്റൽ പരിവർത്തനം വേഗത്തിലാക്കുക, ടൂറിസം മേഖലയുടെ ദേശീയ സമ്പദ്വ്യവസ്ഥയിലേക്കുള്ള സംഭാവന വർദ്ധിപ്പിക്കുക എന്നീ സൗദി വിഷൻ 2030 ലക്ഷ്യങ്ങളുടെ ഭാഗമായാണ് ഈ സംരംഭം. ആദ്യഘട്ടത്തിൽ ഇന്തോനേഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈജിപ്ത്, ജോർദാൻ, മൊറോക്കോ, മെക്സിക്കോ എന്നിവ ഉൾപ്പെടുന്ന രാജ്യങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അംഗീകൃത ട്രാവൽ സേവനദാതാക്കൾ മുഖേന വിമാന ടിക്കറ്റ്, ഹോട്ടൽ താമസം, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെട്ട യാത്രാ പാക്കേജ് ബുക്ക് ചെയ്യുന്നവർക്ക് ഇതിനോടൊപ്പം തന്നെ ഇലക്ട്രോണിക് വിസയും ലഭിക്കും. ഈ പാക്കേജ് വഴി സന്ദർശകർക്ക് ഉംറ നിർവഹിക്കാനും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കാനും വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനും സാധിക്കും. മുമ്പത്തെ വിസാ സംവിധാനം പ്രധാനമായും ഉംറ വിസയും സന്ദർശക വിസയും കേന്ദ്രീകരിച്ചായിരുന്നു. ഉംറ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നവർ ഹജ്ജ്, ഉംറ മന്ത്രാലയം അംഗീകരിച്ച കമ്പനികൾ വഴിയായിരുന്നു സാധാരണയായി ബുക്കിംഗ് നടത്തേണ്ടിയിരുന്നത്. പലപ്പോഴും നിർദ്ദിഷ്ട യാത്രാ പാക്കേജുകൾ വാങ്ങേണ്ടി വന്നതിനാൽ യാത്രക്കാരുടെ സൗകര്യത്തിന് പരിമിതികളുണ്ടായിരുന്നു. പുതിയ ടൂറിസം പാക്കേജ് വിസയിലൂടെ സേവന നിലവാരം ഉയർത്താനും ആഗോള ടൂറിസം കേന്ദ്രമെന്ന നിലയിൽ സൗദിയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്താനും ടൂറിസവുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനും വഴിയൊരുക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഈ വർഷം ദുബായ് പ്രോപ്പർട്ടി മാർക്കറ്റിൽ നടന്നത് 225.7 ബില്യൺ ദിർഹത്തിന്റെ ഇടപാട്. നിക്ഷേപകരിൽ മുന്നിൽ ഇന്ത്യക്കാർ. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മാത്രം 225.7 ബില്യൺ ദിർഹത്തിന്റെ ഇടപാടാണ് ദുബായിലെ പ്രോപ്പർട്ടി മാർക്കറ്റിൽ നടന്നതെന്ന് അന്താരാഷ്ട്ര പ്രോപ്പർട്ടി കൺസൾട്ടൻസിയായ അനാറോക്കിന്റെ റിപ്പോർട്ട്. ദുബായ് വിപണിയിൽ കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം 150-ലധികം രാജ്യങ്ങളിലെ നിക്ഷേപകരാണ് സ്വത്ത് വാങ്ങിയിരിക്കുന്നത്. നിക്ഷേപകരുടെ കണക്കെടുക്കുമ്പോൾ ഇന്ത്യക്കാരാണ് മുന്നിൽ. 22% നിക്ഷേപകരും ഇന്ത്യക്കാരാണ്. തൊട്ടുപിന്നിലായി 17% ബ്രിട്ടീഷുകാരും 14% ചൈനീസുകാരുമാണുള്ളത്. US-ഇറാൻ സംഘർഷത്തിനിടയിലും ദുബായിയുടെ പ്രോപ്പർട്ടി മാർക്കറ്റ് പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ ഈ വർഷത്തെ ആദ്യ പകുതിയിൽ ഇടപാടുകൾ 225.7 ബില്യൺ ദിർഹത്തിലെത്തി. ദുബായിൽ നിക്ഷേപം വർദ്ധിക്കാൻ നിരവധി ഘടകങ്ങളാണ് കാരണമായത്. ഉയർന്ന വാടക വരുമാനം, വരുമാന നികുതിയില്ലാത്ത അന്തരീക്ഷം, സുരക്ഷിത നിക്ഷേപ കേന്ദ്രമെന്ന പ്രതിച്ഛായ, ദീർഘകാല വിസ സൗകര്യങ്ങൾ, നികുതി ആനുകൂല്യങ്ങൾ, മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ, ആഗോള നിക്ഷേപ കേന്ദ്രം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എന്നിവ വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നു. രൂപയുടെ മൂല്യം കുറഞ്ഞതും ഇന്ത്യയിലെ താരതമ്യേന കുറഞ്ഞ നിക്ഷേപ വരുമാനവും പല ഇന്ത്യൻ നിക്ഷേപകരെയും ദുബായിലേക്ക് ആകർഷിച്ച പ്രധാന ഘടകങ്ങളാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ പൗരന്മാർക്കായി സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇന്ത്യൻ പൗരന്മാർ എത്രയും വേഗം ഇറാൻ വിടണമെന്നാണ് നിർദ്ദേശം. ഇറാനിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷം കണക്കിലെടുത്ത് ഇന്ത്യൻ പൗരന്മാർക്കായി സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഇറാനിലെ ഇന്ത്യൻ എംബസി. നിലവിൽ അവിടെയുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകൾ ഉപയോഗിച്ച് എത്രയും വേഗം രാജ്യം വിടണമെന്നും ഇറാനിലെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നതുവരെ അങ്ങോട്ടുള്ള യാത്രകൾ മാറ്റിവെക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്ത്യൻ പൗരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും എംബസി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർ കനത്ത ജാഗ്രത പാലിക്കണമെന്നും എംബസി നിർദ്ദേശിച്ചു. പ്രാദേശിക അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനും എംബസി പൗരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി മിഷന്റെ വെബ്സൈറ്റും സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളും പതിവായി ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പ്രാദേശിക പിരിമുറുക്കങ്ങളും സൈനിക നീക്കങ്ങളും വർദ്ധിച്ചതിനെ തുടർന്ന് ഇറാനിൽ പുതിയ സുരക്ഷാ ഭീഷണികൾ ഉണ്ടായ സാഹചര്യത്തിലാണ് എംബസി ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇറാനിലെ പാലങ്ങൾ, കുടിവെള്ള പ്ലാന്റുകൾ, വൈദ്യുതി നിലയങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് US കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആക്രമണം നടത്തിയിരുന്നു. ഇതിനു മറുപടിയായി ഇറാൻ പടിഞ്ഞാറൻ ഏഷ്യയിലുടനീളമുള്ള US സഖ്യരാജ്യങ്ങളെയും ലക്ഷ്യമിട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.